ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യൂ ആണ്. ലീനിയർ ഡാറ്റ സ്ട്രക്ചറായ ക്യൂ ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാക്ക് പറഞ്ഞു. അതിന് മുന്നത്തെ ക്ലാസ്സിൽ ഡാറ്റ സ്ട്രക്ചർ എന്താണ്, അതിലെ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ, നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ അതൊക്കെ പറഞ്ഞു. ഇനി ലീനിയറിൽ വരുന്നതാണ് ക്യൂ. ഓക്കെ, ഇനി ക്യൂ എന്താണെന്ന് നോക്കാം. ക്യൂവിൻ്റെ ഡെഫിനിഷൻ: എ ക്യൂ ഈസ് എ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് ഫോളോസ് FIFO, first in first out principle. This means the element added first is removed first. എന്ന് വെച്ചാൽ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. ഇതിൽ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫസ്റ്റ് വന്ന ആൾക്ക് ഫസ്റ്റ് പോവാം, അതാണ് ആ പ്രിൻസിപ്പിളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എലമെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുമ്പോഴും ഫസ്റ്റ് ഏതാണോ ആഡ് ചെയ്തത് അതായിരിക്കും ആദ്യം റിമൂവ് ചെയ്യുക. ഓക്കെ, അതാണ് ക്യൂവിൻ്റെ ഡെഫിനിഷൻ. ഇനി അതിന് എക്സാമ്പിളാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യൂവിൽ നമ്മൾ എവിടെ നിൽക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുക. ഫസ്റ്റ് നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടിക്കറ്റ് കിട്ടും, ലാസ്റ്റാണ് നിൽക്കണമെങ്കിൽ ലാസ്റ്റ് ടിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നിൽക്കുന്ന ആൾക്കാണ് ആദ്യം ടിക്കറ്റ് കിട്ടുക. അപ്പോൾ അതാണ് എന്ത്, ക്യൂവിന് എക്സാമ്പിൾ കേട്ടോ. ഇനി പിന്നെ വരുന്നത് ടൈപ്സ് ഓഫ് ക്യൂ ആണ്. നമുക്ക് മെയിൻലി 4 ടൈപ്പ് ക്യൂ ആണ് വരുന്നത്. ഫസ്റ്റ് വണ്ണാണ് സിമ്പിൾ ക്യൂ. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നത് ഒരു എൻഡിലും റിമൂവ് ചെയ്യണത് വേറെ എൻഡിലുമാണ്. അതാണ് സിമ്പിൾ ക്യൂ. എന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്യുന്ന എൻഡിന് റിയർ എന്നും റിമൂവ് ചെയ്യണ എൻഡിന് ഫ്രണ്ട് എന്നും പറയും. ആഡ് ചെയ്യണ എൻഡിന് റിയർ എന്നും റിമൂവ് ചെയ്യണ എൻഡിനെ ഫ്രണ്ട് എന്നും പറയും. അതുപോലെ തന്നെ റിയറിനെ എൻ ക്യൂ എന്നും ആഡ് ചെയ്യുന്ന ഭാഗത്തിന് എൻ ക്യൂ റിയർ എന്നും പറയും. അതുപോലെ തന്നെ റിമൂവ് ചെയ്യണ ഭാഗത്തിന് ഫ്രണ്ടും ഡി ക്യൂ എന്ന് പറയും. ഓക്കെ, അതാണ് ഇതും എന്താണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത്. ഇതാണ് സിമ്പിൾ ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്താണ് സർക്കുലാർ ക്യൂ. സർക്കുലാർ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലാസ്റ്റ് പൊസിഷൻ കണക്ട്സ് ബാക്ക് ടു ദ ഫസ്റ്റ്. ഓക്കെ, എന്ന് വെച്ചാൽ സർക്കുലാർ ക്യൂ എന്ന് വെച്ചാൽ എന്താണ്, ഇതിൻ്റെ ലാസ്റ്റ് എൻഡ് എന്താണ്, ഫസ്റ്റിലോട്ട് എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. ഞാൻ പിക്ചർ വീഡിയോയിൽ കൊടുക്കാം കേട്ടോ, അപ്പോൾ ഒന്നും കൂടി ക്ലാരിറ്റി ആവും. ലാസ്റ്റ് എൻഡ് ഫസ്റ്റിലോട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഒരു സർക്കിൾ ആകൃതിയിലാണ് കിട്ടുക. അപ്പോൾ എന്താണ്, മെമ്മറി വേസ്റ്റേജ് എന്ത് കുറയ്ക്കാനായിട്ട് പറ്റും ഈ ക്യൂവിന്. ഇതാണ് സർക്കുലാർ ക്യൂ എന്ന് പറയുന്നത്. ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ച് എഴുതിയാൽ മതി കേട്ടോ. ആ പിക്ചറും കൂടി പറ്റുകയാണെങ്കിൽ വരച്ച് വയ്ക്കുക. അടുത്താണ് പ്രയോറിറ്റി ക്യൂ. പ്രയോറിറ്റി ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടാണ്. എലമെൻറ്റ്സ് ആർ ഡിക്യൂഡ് ബേസ്ഡ് ഓൺ ദെയർ പ്രയോറിറ്റി. ഇവിടെ ഓർഡർ അല്ല നോക്കുന്നത്, പ്രയോറിറ്റി. ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. ഡി ക്യൂ ചെയ്യുന്നത് ഏത് സൈഡിലൂടെയാണ്, ഫ്രണ്ട് സൈഡിലൂടെയാണ് ഡി ക്യൂ ചെയ്യുന്നത് കേട്ടോ. അതിന് എക്സാമ്പിളാണ് എമർജൻസി റൂം പേഷ്യൻസ്. എമർജൻസി ആയിട്ടുള്ള ആൾക്കാരല്ലേ ആദ്യം നോക്കുക. എമർജൻസി ആദ്യം വന്നവരേ അല്ലല്ലോ, ആർക്കാണ് എമർജൻസി ആയിട്ട് ട്രീറ്റ്മെൻറ്റ് വേണ്ടത് അവരെയാണ് ഫസ്റ്റ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് പ്രയോറിറ്റി ക്യൂ. ഫോർത്ത് വണ്ണാണ് ഡബിൾ എൻഡഡ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻസേർഷനും ഡിലീഷനും നമുക്ക് ബോത്ത് എൻഡ്സിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. 2 എൻഡായിരിക്കും ഉണ്ടായിരിക്കുക, അതിൽ 2 എൻഡ് കൂടെ നമുക്ക് ഇൻസേർഷനും ഡിലീഷനും ചെയ്യാൻ പറ്റും. അതാണ് എന്ത്, ഡബിൾ എൻഡഡ് ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്യൂ ഓപ്പറേഷൻസ് ആണ്. ക്യൂവിൽ വരുന്ന ഓപ്പറേഷൻസ് മെയിൻലി എൻ ക്യൂ ഡി ക്യൂ ആണ് മെയിൻലി വരുന്നത്. പിന്നെ അല്ലാത്തത് വരുന്നതാണ് ഫ്രണ്ട് ഓർ പീക്ക്, റിയർ, ഈസ് എംപ്റ്റി, ഈസ് ഫുൾ ഒക്കെ. ഓക്കെ, എൻ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, റിയർ എൻഡിൽ കൂടെ എലമെൻറ്റിനെ ആഡ് ചെയ്യണതിനാണ് എൻ ക്യൂ എന്ന് പറയുന്നത്. ഡി ക്യൂ എന്ന് പറയുന്നത് എന്താണ്, ഫ്രണ്ട് കൂടെ എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത്, ഡി ക്യൂ എന്ന് പറയുന്നത്. ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മൂന്നാമത്തെയാണ്. ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ എലമെൻറ്റ് ഫസ്റ്റ് ഇരിക്കുന്ന എലമെൻറ്റ് ഏതാണോ അതാണ് കേട്ടോ എന്ത്, ഫ്രണ്ട് ഓർ പീക്ക് എന്ന് പറയുന്നത്. അടുത്താണ് റിയർ, ലാസ്റ്റ് എലമെൻറ്റ് ഓഫ് ദ ക്യൂവിലെ ലാസ്റ്റ് എലമെൻറ്റിനെയാണ് എന്ത്,
റിയർ എന്ന് പറയുന്നത്. ലാസ്റ്റ് എലമെൻ്റ് ഏതാണോ അതാണ് റിയർ. ഈസ് എം ടി, ക്യൂ എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്പറേഷനാണ് ഈസ് എം ടി. ഈസ് ഫുൾ, ക്യൂ ഫുള്ളാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ് എന്ത് ഈസ് ഫുൾ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്യൂവിൻ്റെ ഓപ്പറേഷൻസിൽ വരുന്നത്. ഇനി സ്റ്റെപ്പ് എനിക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആഡിങ് എലമെൻറ്റ് ടു ദ റിയർ ഓഫ് ദ ക്യൂ. റിയർ കൂടെ എലമെൻറ്റിനെ ആഡ് ചെയ്യണതിനാണ് എൻ ക്യൂ എന്ന് പറയുക. പിന്നെ അതിൽ വരുന്ന സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ക്യൂ ഫുള്ളാണോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെക്ക് ചെയ്യും, ക്യൂ ഫുള്ളാണോ എന്ന് ചെക്ക് ചെയ്യും. ക്യൂ ഫുള്ളാണോ എന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്യൂ ഫുള്ളാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ആദ്യം എന്ത് ചെക്ക് ചെയ്യും, ക്യൂ ഫുള്ളാണോ എന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഫുള്ളല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് എലമെൻറ്റിനെ റിയറിൽ കൂടെ ആഡ് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ദ റിയർ പോയിൻ്റർ ഫോർവേഡ്. അപ്പോൾ ഒരെണ്ണം എലമെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്താണ് റിയർ പോയിൻ്റർ ഒരു മൂവ്മെൻറ്റ് എന്ത് ചെയ്യാം, ഫ്രണ്ടിലോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതാണ് എൻ ക്യൂവിൽ. അതിനുള്ള എക്സാമ്പിളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ക്യൂ ബിഫോർ എൻ ക്യൂ. നമ്മളൊരു എലമെൻറ്റ് ആഡ് ചെയ്യലും മുന്നുള്ള അതിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 10, 20, 30 ഇങ്ങനെ 3 എലമെൻറ്റ്സ് ആണ് അതിലുള്ളത്. ഇനി നമ്മൾ എൻ ക്യൂ ആഡ് ചെയ്യാൻ പോണത് 40 ആണ്. ആഡ് ചെയ്യണത് ഏത് എൻഡിലൂടെയാണ്, റിയർ എൻഡിലൂടെയാണ് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ എൻ ക്യൂ ചെയ്ത ശേഷം നമുക്ക് അതിൽ വരുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 10, 20, 30, 40 അത്രമാത്രം. ഓക്കെ, ഇതാണ് അതിന് എക്സാമ്പിൾ കേട്ടോ. ഇനി ഡി ക്യൂ ഓപ്പറേഷൻ. ഡി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെൻറ്റിനെ റിമൂവ് ചെയ്യുക. ക്യൂവിൽ നിന്ന് എലമെൻറ്റിനെ ഫ്രണ്ട് എൻഡിലൂടെ റിമൂവ് ചെയ്യുക. ഫ്രണ്ട് എൻഡ് എന്ന് ചോദിച്ചാൽ ഫ്രണ്ട് സൈഡിലൂടെ എന്ന് വെച്ചാൽ ഡി ക്യൂ ഓപ്പറേഷൻ നടക്കുന്ന സൈഡിലൂടെ. ഇനി ഡി ക്യൂവിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് അതിൽ എലമെൻറ്റ് ഉണ്ടോ എന്ന് നോക്കും. എലമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എലമെൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ഇഫ് ദ ക്യൂ ഈസ് എം ടി ഓർ നോട്ട്. എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എം ടി ആണെങ്കിൽ നമുക്ക് ഡി ക്യൂ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റില്ല. എൻ ക്യൂ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒരു എലമെൻറ്റിനെ ഫ്രണ്ടിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്താണ് ഫ്രണ്ട് പോയിൻ്റർ ഫ്രണ്ടിലോട്ട് ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യുക, അത്രത്തെ. അതിന് എക്സാമ്പിളാണ് ഡി ക്യൂ ചെയ്യൽ മുന്നേ 10, 20, 30 അതാണ് ക്യൂവിലുള്ളത്. നമ്മൾ ഫ്രണ്ട് സൈഡിലൂടെ ഡിലീറ്റ് ചെയ്യും. അതിൽ വരുന്ന ഏതാണ് എലമെൻറ്റ്, 10 ആണ്. 10നെയാണ് ഡിലീറ്റ് ആക്കുക, 13 അല്ല, 10നെയാണ് ഡിലീറ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ഡിലീഷൻ ഓപ്പറേഷൻ കഴിഞ്ഞ് 20, 30 ആണ് ക്യൂവിൽ വരുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എൻ ക്യൂം ഡി ക്യൂം. ഇനി അടുത്താണ് അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ പ്രിൻറ്റിങ് ടാസ്ക് പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഫസ്റ്റ് ഡോക്യുമെൻറ്റ് പ്രിൻറ്റ് ചെയ്ത ശേഷമാണ് നെക്സ്റ്റ് ഡോക്യുമെൻറ്റ് പ്രിൻറ്റ് ചെയ്യുക. പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്ത ശേഷം നെക്സ്റ്റ് പേജ്, അങ്ങനെ ഓർഡർലെസ് ആയിട്ടുള്ളല്ലോ വരിക. ഫസ്റ്റ് പേജ് ഏതാണോ നിൽക്കുന്നത് ആ പേജ് പ്രിൻറ്റ് ചെയ്തിട്ടാണ് അടുത്ത പേജ് വരിക. പിന്നെ വരുന്നതാണ് ട്രാഫിക് ലൈറ്റ്സ്. എന്ന് വെച്ചാൽ ട്രാഫിക് ലൈറ്റ് ഇപ്പോൾ റെഡ് ലൈറ്റ് കത്തി എല്ലാ വണ്ടികളും നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, പിന്നെ ഗ്രീൻ കളർ വരുമ്പോൾ ഫസ്റ്റ് നിൽക്കണ ഏത് കാറാണോ ആ കാറാണ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, പോവുക. അതിന് ശേഷമാണ് അതിൻ്റെ പിന്നിലുള്ള കാറിന് മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് ട്രാഫിക് ലൈറ്റ്സ്. ജസ്റ്റ് റിയൽ ലൈഫിലെ എക്സാമ്പിൾസാണ്, കുറച്ചും കൂടി മനസ്സിലാക്കാനും ഓർമ്മ വയ്ക്കാനും പറ്റും. അതുകൊണ്ടാണ് ഈ എക്സാമ്പിൾസ് പറയുന്നത് കേട്ടോ. പിന്നെ ടിക്കറ്റ് കൗണ്ടർ, അത് നമ്മൾ ആദ്യമേ പറഞ്ഞു, നമ്മൾ ആദ്യം പോയ ആൾക്കാണ് ആദ്യം ടിക്കറ്റ് കിട്ടുക, അവസാനം പോയ ആൾക്ക് അവസാനം ടിക്കറ്റ് കിട്ടും. ഇതാണ് ക്യൂവിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അത് ഡിഗ്രിക്കാർക്കുള്ള ക്ലാസ്സാണ് ഞാൻ തന്നത്. PG ലെവലാകുമ്പോൾ കുറച്ചും കൂടെ അധികം എഴുതണം, ഇതും എഴുതണം, ഇതിനാണ് കുറച്ചും കൂടി കൂടുതൽ എഴുതണം മാത്രം. ഓക്കെ, അപ്പം ഇനി അടുത്ത ക്ലാസ് ഞാൻ വഴിയിടാം ഓരോന്നായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്ത ഭാഗങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.
താങ്ക് യു.